ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തേതിപ്പോൾ ഒരു ഡിവൈൻ മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് മാച്ചിങ് ആണെങ്കിൽ മാത്രം ഇതെടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. ഓക്കെ. മാത്രവുമല്ല, നെഗറ്റീവ് കാര്യങ്ങൾ ഇതിനകത്ത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഡിവൈൻ മെസ്സേജാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇത് രാവിലത്തെ റീഡിങ്ങുമായി കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. രാവിലത്തെ റീഡിംഗ് കേട്ട് ഡൗട്ട് അടിച്ചവർ ഉണ്ടെങ്കിൽ അവർക്കൊരു മെസ്സേജ് പോലെ യൂണിവേഴ്സ് കാരണങ്ങൾ സഹിതം ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ കാർഡ് എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും, എന്നിട്ട് കാർഡ് എടുക്കും, അത്രയേ ഉള്ളൂ എൻ്റെ ഇതിനകത്തുള്ള പാർട്ട്. പിന്നെ ഞാൻ കാർഡ് വന്നതിന് ശേഷം നിങ്ങൾക്കത് റീഡ് ചെയ്ത് പറഞ്ഞു തരും. ഓക്കെ. ഇതിലാദ്യം തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്, കാർഡാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡിങ്ങിലേക്ക് വരാനുള്ള കാരണം ഇവിടെ ഒരു ഇമോഷണൽ ചീറ്റിംഗ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ട് താഴെ തന്നെ ഡെവിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരാളുമായിട്ടുള്ള ഒരു അരുതാത്ത ബന്ധം, എന്തൊക്കെയോ ചില കാര്യങ്ങൾ കാണിച്ചും പറഞ്ഞും ഒക്കെ ഡെവിൾ എനർജി ആളെ കൊണ്ടുപോയി. ഓക്കെ. ഈ കാരണം കൊണ്ടാണ് നിങ്ങളോട് അവർ ഇമോഷൻസ് എല്ലാം കട്ട് ചെയ്തത് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഇവിടെ ഇവർ ഈ പ്രപ്പോസൽ വന്നപ്പോൾ ഒന്നും നോക്കാതെ വളരെ ക്യൂരിയസ് ആയിട്ട് എടുത്തു ചാടി ഓടിയതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇവിടെ ഈ കാർഡ് പേജ് ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടുത്തെ സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ലിബ്ര, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസിസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഇവിടെ ഡെവിളിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കി അവരിങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ. ഇത് നിങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങളുടെ കാര്യം, ഇവിടുത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റമാണ്. കാരണം ഇവിടെ ടവറാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇത് ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ നാളെ എന്തായാലും സംഭവിച്ചിരിക്കും. എന്നാണെങ്കിലും ഇത് സംഭവിക്കും. ഇത് സംഭവിക്കാനുള്ളത് തന്നെയാണ്. ഓക്കെ. അങ്ങനെയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. നിങ്ങളൊരു സിംഗിൾ ആണെങ്കിൽ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു ബന്ധം ഒരു സോൾമേറ്റ് എനർജിയാണ്. ഓക്കെ. ഇത് നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ജെമിനിയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഇതിൽ പറയുന്നത് പ്രകാരം ഇവരിവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രപ്പോസലായിട്ട് പോയതാണ്. അവരെ കണ്ടപ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് അങ്ങോട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്തതാണ്. അങ്ങനെയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അക്വാരിയസ് ആൻഡ് പൈസിസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഇതിൽ ചില ആളുകൾക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നു. പ്ലാനൊന്നും ഇട്ടിട്ടില്ല, പിന്നെ മനസ്സിലൊരു ചിന്ത, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അല്ല, നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരുപാട് പ്ലാനിങ്സ് ഇങ്ങനെ മനസ്സിലൂടെ അവർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. ഇതിൽ പറയുന്നത് നിങ്ങളോടാണ്, കൺട്രോൾ യുവർ ഇമോഷൻസ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റണം എന്നാണ് ഇവിടെ ടാരോട്ട് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ വന്നതനുസരിച്ച് എപ്പോഴാണെങ്കിലും ഇത് സംഭവിക്കും.
എന്നാണ്. സോ അക്സെപ്റ്റ് ചെയ്യുക. ഇത് സംഭവിച്ചു കഴിഞ്ഞു, അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്കിത് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. ഇമോഷണൽ മെച്യൂരിറ്റി കൊണ്ടുവരാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. അടുത്ത സോഡിയാക് സയൻസ് എന്ന് പറയുന്നത് ലിബ്ര ആൻഡ് സ്കോർപ്പിയോ. മാത്രമല്ല ഇവിടെ ഒരു 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ബോട്ടം ഓഫ് ദി ഡെക്കിൽ അതാണ് വന്നത്. ചില കാര്യങ്ങളെ നിങ്ങൾ അനാരോഗ്യകരമായിട്ട് ഇങ്ങനെ മുറുകെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ പോലെ ആയിരിക്കാം, നിങ്ങൾ അവർക്ക് നൽകിയ ഒരു പ്രൊട്ടക്ഷൻ പോലെ ആയിരിക്കാം. പക്ഷേ അതിങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അത് വിടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ. ചിലപ്പോൾ അതവരുടെ ഓർമ്മകളാകാം, അല്ലെങ്കിൽ അവരെ തന്നെ ആകാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ കർമ്മയാണ്, അത് പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, വിട്ട് കളയൂ എന്നാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് വ്യക്തമായിട്ട് മനസ്സിലായാൽ വീണ്ടും അതിൻ്റെ പുറകിൽ നിന്ന് പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, എന്നെ ആൾ പറ്റിച്ചു, എനിക്കത് മനസ്സിലായി, അല്ല ഒരാൾ പറ്റിച്ചു മറ്റേയാൾക്കത് മനസ്സിലായി എന്ന് രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾ പുറകെ നിന്ന് പോവുകയാണെങ്കിൽ അത് എന്ത് പ്രൂവ് ചെയ്യാനാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്, ടാരോട്ടും ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ പറയുന്നതാണ്, അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. ഓക്കെ. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം, സന്തോഷം എന്നിവയ്ക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. ഒരു ഷോർട്ട് റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മനസ്സിനെ കൺട്രോൾ ചെയ്യുക. നമ്മളെ വിട്ടിട്ട് ചിലർ പോയിട്ടുണ്ടെങ്കിൽ അവർ പോകാനുള്ള സമയമായി, അത്രയും വിചാരിച്ചിരുന്നാൽ മതി. ഓക്കെ. ഇതിലെനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു പുഴ, ആ പുഴയിലൂടെ 2 തടികൾ 2 വശത്തിൽ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് വന്നു. എന്നിട്ട് ആ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് കുറേ ദൂരം അത് സഞ്ചരിച്ചു. ഓക്കെ. ഒരു സ്ഥലത്ത് വന്നപ്പോൾ പുഴ 2ആയിട്ട് പിരിഞ്ഞു. ഒരു തടി വലതുവശത്തോട്ടും ഒരു തടി ഇടതുവശത്തോട്ടും പോയി. ഓക്കെ. പിന്നെ അവർക്ക് 2 യാത്രയാണ്. അതുപോലെയാണ് നമ്മളെ സോൾ കണക്ഷനും. നമ്മൾ 2 സോൾസ് 2 സ്ഥലത്തു നിന്ന് വന്നു, കുറച്ച് ദിവസം ഒരുമിച്ച് ഒഴുകി. ഒരു തടിക്ക് മറ്റൊരു തടിയോട് ഫീലിങ്സ് ഉണ്ടാവേണ്ട കാരണം ഇല്ല. ഫീലിങ്സ് ഉണ്ടെങ്കിലും നമ്മളെ പരിതസ്ഥിതികളനുസരിച്ച് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഉള്ള കാര്യങ്ങൾ നമ്മൾ മാറി ചിന്തിക്കുക തന്നെ വേണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും നന്ദി.